ാത്ത താമസക്കാരാണ്. എത്ര പേർ ഇങ്ങനെ സാമ്പത്തിക വിഷയത്തിൽ പെട്ട് ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? ചിലർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു കണക്കുണ്ടോ? എന്നോടാണോ ചോദ്യം? അതെ, അഡ്വക്കേറ്റ് ഫെമിൻ, എൻ്റെ ചോദ്യം ഇത് നോർക്ക റൂട്ട്സിനെ ഇതിനൊക്കെ സംബന്ധിച്ചുള്ള കണക്കുണ്ടോ എന്നാണ്. പ്രവാസികളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കില്ലെങ്കിലും നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള കണക്ക് പ്രകാരം തന്നെയാണ് ഇത്രയധികം ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ മുൻപ്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ലക്ഷത്തോളം ആൾക്കാർ നാട്ടിലെത്തി എന്ന് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ നോർക്കയുടെ ഭാഗത്ത് വ്യക്തമായ കണക്കുകൾ ഉണ്ട് തന്നെയാണ് അതിനർത്ഥം. നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും വളരെ വ്യക്തമാണ്. ശ്രീ ഐഷ സക്കീർ പറഞ്ഞതുകൊണ്ടോട് ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് ഇനി ഈ അംനസ്റ്റി തീരാൻ ബാക്കിയുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അംനസ്റ്റി ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് പ്രൊസീജിയർ. അതായത് യാതൊരു തരത്തിലുള്ള ഇമിഗ്രേഷൻ ഓഫീസുകളിൽ പോയി ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരു ഡോക്യുമെന്റേഷൻ നടത്തേണ്ട യാതൊരുവിധ കാര്യം തന്നെയില്ല. ആർക്കാണ് ഓവർസ്റ്റേ ഫൈൻ ഉള്ളത്, അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് എടുക്കുക, ഒരു കോവിഡ് ടെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ ടിക്കറ്റും എടുത്തുകൊണ്ട് അടുത്തുള്ള എയർപോർട്ടിൽ, അത് ഷാർജ എയർപോർട്ട് ആണെങ്കിൽ, ഞാൻ ദുബായ് അല്ലെങ്കിൽ ഷാർജ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത്, ഷാർജയിലാണെങ്കിൽ ഒരു 6 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ദുബായിലാണെങ്കിൽ ടെർമിനൽ 2 ഒരു 48 അവേഴ്സ് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ഇപ്പോഴും ഈ 2 ദിവസം കൊണ്ടും ഇനിയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇന്നിപ്പോ 28-ാം തീയതി ആയി എന്നെങ്കിൽ കൂടി ഇനിയും 3 ദിവസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇനിയും ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് UAE ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് അവൈൽ ചെയ്യണം. ഇപ്പോഴും ശ്രീ അബ്ദുൽ ഗഫൂർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്.